സീക്യാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം മനുഷ്യനും സാമൂഹിക ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ വിഷയത്തിൽ ക്ലാസുകൾ നൽകുന്നതിനും നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, സാറാണ്. സാറിൻ്റെ പേരെന്താണ്? ജേക്കബ് പുതുക്കിടി. ഓക്കെ, സാറിൻ്റെ ചോദ്യം. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. കുരിശിലെ ബലിയാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ തുല്യ മാഹാത്മ്യമുള്ളവരും തുല്യ മഹത്വമുള്ളവരുമാണ്. ഈ തുല്യത സഭയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? യെസ്, അതായത് കുരിശിലെ ബലിയാൽ നാം എല്ലാവരും ദൈവമക്കളായി തീർന്നു. അതാണ് സാറ് പറയുക. അത് എല്ലാവരും തുല്യരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കാൻ പാടില്ല. എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഒരേ പൊക്കമാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല, അല്ലേ? നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ ഏറ്റവും പൊക്കം കുറഞ്ഞത് ആർക്കായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തൂക്കം, ആ കാര്യത്തിലും വ്യത്യാസമുണ്ട്, അല്ലേ? ഞാൻ ടീച്ചർമാരെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞായിട്ട് കൂട്ടിയാൽ മതി. തൂക്കത്തിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഓരോരുത്തരുടെ സംസാര രീതികളിൽ വ്യത്യാസമുണ്ട്, അവരുടെ നിറത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്, അവർ ഒരു കാര്യത്തോട് പ്രതികരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം എന്ന് പറയുന്നതും ഒരു ദൈവീകമായ പ്രവൃത്തിയാണ്. നമ്മൾ വിചാരിക്കും തുല്യത മാത്രമാണ് ദൈവിക പ്രവൃത്തി എന്നല്ല, വ്യത്യാസങ്ങളും ദൈവദാനമാണ്. ഈ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വവും സ്വത്വവും ഒക്കെ ലഭിക്കുന്നത്. എങ്ങനെയാണ്? ഈ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അല്ല എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ പാവ മേടിക്കാൻ വേണ്ടി ചെന്നാൽ ഈ പാവക്കുട്ടികളുടെ എല്ലാം മുഖം ഒരുപോലെ ഇരിക്കും, ഇല്ലേ? അവിടെ പാവകൾക്ക് പേര് തന്നെയുണ്ട്. എന്ത് പാവയാണ്? ബാർബി ഡോള്. എല്ലാ ബാർബി ഡോളിൻ്റെയും മുഖം ഒരുപോലെ ഇരിക്കും. കാരണം എന്താണ്? അത് ഒരൊറ്റ അച്ചിൽ വാർത്ത തുല്യതയാണ്. മനുഷ്യനെ അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഒരു ദൈവീക പ്രവൃത്തിയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തുല്യത എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ തുല്യതയെക്കുറിച്ച് ചിന്തിക്കാൻ. ഇതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനാണ് സഭയിലെ കൂട്ടായ്മയെക്കുറിച്ച്, തുല്യതയെക്കുറിച്ചുള്ള സുന്ദരമായ ചിത്രം പറഞ്ഞത്. കൊറിന്ത്യർക്കുള്ള 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്നു, അല്ലേ? ശരീരം. ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളാണുള്ളത്. ശരീരത്തിലെ കൈവിരൽ പോലെയാണോ കാൽവിരൽ ഇരിക്കുക? അല്ല. ഈ കൈവിരലിലെ ഓരോ വിരലിനും വ്യത്യാസമുണ്ട്, അല്ലേ? തള്ളവിരൽ പോലെയല്ല ഈ ചൂണ്ടുവിരലിരിക്കുന്നു, അതുപോലെയല്ല ഈ ചെറുവിരലിരിക്കുന്നു. അതിന് ഷെയ്പ്പ് തന്നെ വ്യത്യാസമാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുവരെ നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ വ്യത്യാസങ്ങളുണ്ട് നമുക്ക്, അല്ലേ? അതായത് ഈ വ്യത്യാസങ്ങൾ വാസ്തവത്തിൽ ഈ ശരീരത്തെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ശരീരത്തിന് ശിരസ്സുണ്ട്, പാദങ്ങളുണ്ട്. ശിരസ് പാദത്തോട് പറയടാ പാദവേ, നിന്നെക്കൊണ്ട് എന്നാ ഉപയോഗം? നീ ചുമ്മാ ചെളിയിലും ചാണകത്തിലും ചവിട്ടി നടക്കുന്നതെന്നല്ലാതെ നിന്നെക്കൊണ്ട് ഒരു ഉപയോഗമില്ല. ഞാൻ ശിരസ്, കിരീടം വെക്കാനുള്ളതാണ് എൻ്റെ ശിരസ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാറ്റിനും മീതെ ഉയർന്നു നിൽക്കുന്നു. കിടക്കുമ്പോൾ പോലും ഞാനൊരു കുഷ്യനൊക്കെ വെച്ചാണ് ഇങ്ങനെ എൻ്റെ തല സംരക്ഷിക്കുന്നത്. നീ വെറുതെ തറയിൽ കാലും കൊണ്ട് കിടക്കും എന്ന് പറഞ്ഞാൽ
ഈ കാല് തീരുമാനിക്കുക, എന്നാൽ അവൻ്റെ അഹങ്കാരം അങ്ങ് നിർത്തിയ കാലങ്ങ് വട്ടം ഒടിഞ്ഞു, തല എവിടെ കിടക്കും? തറയിൽ കിടക്കും, ഇല്ലേ? അതുകൊണ്ട് ഈ പൗലോസിയെ ചോദിക്കുന്ന ചോദ്യമാണ്, ചെവിക്ക് കണ്ണിനേക്കാൾ എന്ത് ശ്രേഷ്ഠതയാണുള്ളത്, ഇല്ലേ? ശിരസിന് പാദത്തേക്കാൾ എന്ത് മഹത്വമുള്ളത്? മഹത്വമൊന്നുമില്ല. എല്ലാം അവരവരുടെ ധർമ്മം നിർവഹിക്കുമ്പോഴാണ് സഭയാകുന്ന ശരീരം പ്രവർത്തനക്ഷമമാകുന്നത്. അതുകൊണ്ട് തുല്യതയെ നമ്മൾ എല്ലാവരും ഒരുപോലെ എന്ന് ചിന്തിക്കരുത്. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവകാലത്ത് ലൂതർ സമാനമായ ചില ആശയങ്ങൾ പറഞ്ഞു. സഭയിൽ എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് അച്ഛനും വേണ്ട, മെത്രാനും വേണ്ട, എല്ലാവരും തുല്യരാണ്. അങ്ങനെ തുല്യത പറഞ്ഞപ്പോൾ ആണ് ഭിന്നത സമൂഹത്തിലുണ്ടായത്. വാസ്തവത്തിൽ ഓരോരുത്തരും സഭയിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളെ അംഗീകരിക്കുമ്പോഴാണ് സഭയാകുന്ന ശരീരം മുമ്പോട്ട് പ്രയാണം തുടരുന്നത്. ഇനി സാറ് തുല്യതയെക്കുറിച്ച് പറയുന്നതിൽ ഒരു വലിയ അർത്ഥമുണ്ട്. വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സഭയിലെ ഒരംഗവും തങ്ങൾ അനുഷ്ഠിക്കുന്ന കടമകളുടെയോ ഉത്തരവാദിത്തങ്ങളുടെയോ പേരിൽ മറ്റുള്ളവർക്കുപരിയാണ് എന്നും മറ്റുള്ളവരെല്ലാം തങ്ങളുടെ കീഴിലാണ് എന്ന ചിന്താഗതിയോടെ പെരുമാറാൻ പാടില്ല. മെത്രാനായ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ, ഓ സാറ് മതാധ്യാപകൻ, എന്നെ അറിയാം എന്ന മട്ടിൽ ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ ചെയ്യുന്ന തെറ്റാണ്. കാരണം എന്താണ്? സാറും ഈശോമിശിഹായുടെ തിരുശരീരത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നടക്കുന്ന വ്യക്തിയാണ് സാറ്. അതിന് സഭയിൽ ഒരു വാക്ക് തന്നെയുണ്ട്, സെൻസൂസ് ഫിദേലിയും. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. മെത്രാന്മാർ കൊടുത്തൊരു ഉപദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞത്, അല്ലയോ മെത്രാന്മാരെ, നമ്മെ അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്ത അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് മാമോദീസ സ്വീകരിച്ച ഒരു സാധാ വിശ്വാസിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തിയെ അവഗണിച്ചാൽ, ആ വ്യക്തിയുടെ അഭിപ്രായത്തിന് ഒരു വിലയില്ല എന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളെ അഭിഷേകം ചെയ്ത അതേ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് മറ്റേ വ്യക്തിയിൽ നിങ്ങൾ അവഹേളിക്കുന്നതും നിരസിക്കുന്നതും. അതുകൊണ്ട് ആ ഒരു അപകടത്തിൽ വീഴരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപദേശിക്കുന്നുണ്ട്. അതൊരു വലിയ സത്യമാണ്. എല്ലാവരിലും തുല്യമായുള്ളത് പരിശുദ്ധാത്മ സാന്നിധ്യമാണ്. എല്ലാവർക്കും തുല്യതയുള്ളത് മിശിഹായിലുള്ള പങ്കാളിത്തത്തിലാണ്. അതുകൊണ്ട് ആരും അഹങ്കരിക്കാതെ കൂട്ടായ്മയിൽ ജീവിക്കാൻ പരിശ്രമിക്കണം എന്നുള്ള അവബോധമാണ് മതബോധന ഗ്രന്ഥം പകർന്നു നൽകുന്നത്. യെസ്, ഓക്കെ. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? എൻ്റെ പേര് ബീന. ബീന ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹാനുഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സഹാനുഭാവം എന്ന ഗുണം ഭൗതിക നന്മകളുടെ പരിധിക്കും അപ്പുറമാണെന്ന് പറയുന്നു. ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ടീച്ചർക്ക് അതിനോടനുബന്ധിച്ച് ചോദ്യമുണ്ട്. ഓക്കെ, ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ലോകരാഷ്ട്രങ്ങളും ജനപദങ്ങളും തമ്മിലുള്ള സഹാനുഭാവം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലൂടെ ലോക സമാധാനം നേടാൻ സാധിക്കുമോ? യെസ്, രണ്ടുപേരും ചോദിച്ചത് സഹാനുഭാവം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് ഈ സഹാനുഭാവം? അത് മലയാളം വിവർത്തനത്തിലെ വളരെ കഠിനമായൊരു പദമാണ്. പ്രേക്ഷകർക്കും ഈ പദം പരിചിതമാകാൻ ഒരു സാധ്യതയില്ല. സാധാരണഗതി നമ്മൾ ആരും ഉപയോഗിക്കാത്തൊരു വാക്കാണ് സഹാനുഭാവം, അല്ലേ? അതായത് അനുഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. ഒരു ഒരു ഒപ്പം നിൽക്കാനുള്ള ഒരു താല്പര്യം, അതാണ്. അതിൻ്റെ ഒരു പടിയും കൂടി കടന്നതാണ്. എപ്പോഴും ആ വ്യക്തിയുടെ നന്മയെ കരുതി ആ വ്യക്തിയോടൊപ്പം നിൽക്കുക എന്നുള്ള ആ മനോഭാവം. ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറേ കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് സോളിഡാരിറ്റി എന്നുള്ളത്. സോളിഡാരിറ്റി എന്നുള്ള വാക്കിനെയാണ് ഇവിടെ മലയാളം വിവർത്തകൻ സഹാനുഭാവം
എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ 2 ചോദ്യങ്ങളും സഹാനുഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും ഈ സഹാനുഭാവത്തിലൂടെ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ അർത്ഥം വയ്ക്കുന്നു എന്നുമൊക്കെ ആണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ? ശരിയാണ്. ഈ സഹാനുഭാവം അഥവാ സോളിഡാരിറ്റി, സഭ ഒരുപാട് സോളിഡാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സോളിഡാരിറ്റി എന്ന വാക്കിന് പുതിയ ഒരു വാക്ക് കണ്ടുപിടിച്ചു. അക്കമ്പനിമെൻ്റ് അഥവാ അനുയാത്ര എന്നൊരു വാക്ക്. ഏതവസ്ഥയിലും ആ വ്യക്തിയോടൊത്ത് സഭ ആയിരിക്കുന്നു. ഒരു വ്യക്തി പാപാവസ്ഥയിലായിരിക്കാം, സഭ ആ വ്യക്തിയെ തള്ളിക്കളയല്ല, ആ വ്യക്തിയോടൊത്തായിരിക്കും. ഒരു വ്യക്തി ഇപ്പോൾ വിവാഹമൊക്കെ ഉപേക്ഷിച്ച് വേറെ കൂടി താമസത്തിലായിരിക്കും. ഒരു വ്യക്തി ഗേ ആയിരിക്കാം, ലെസ്ബിയൻ ആയിരിക്കാം. അയാളെ എഴുതി തള്ളരുത്. സഭ അമ്മയെപ്പോലെ ആ വ്യക്തിയുടെ ഒപ്പമായിരുന്നുകൊണ്ട് ആ വ്യക്തിയെ അനുയാത്ര ചെയ്ത് നന്മയിലേക്ക് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരണം. ഇതാണ് മാർപ്പാപ്പ ലക്ഷ്യം വയ്ക്കുന്നത്. വാസ്തവത്തിൽ ഇതുതന്നെയാണ് മതബോധന ഗ്രന്ഥം പറയുന്ന ഈ സഹാനുഭാവം, സോളിഡാരിറ്റി എന്ന് പറഞ്ഞു. ഏതവസ്ഥയിലും ആ വ്യക്തിയോടൊത്ത് ആയിരിക്കുക. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം സഭ അവശതയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനുഷ്യരുടെ ഒപ്പം നിൽക്കാൻ പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഇന്നോളം ഇത്രയും അനാഥ കുഞ്ഞുങ്ങളെ വളർത്തിയത് മറ്റാരും ഉണ്ടാകില്ല, ഇല്ലേ? നിങ്ങൾ സിസ്റ്റർമാരുടെ തന്നെ ഭവനങ്ങളിൽ എത്രയോ 1000 കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹത്തോടെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച് പോയത്, വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടത്, അമ്മ തൊട്ടിലിൽ എറിയപ്പെട്ടത്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എത്രയോ ഭവനങ്ങളിൽ നിങ്ങൾ വളർത്തി. മദർ തെരേസായെ നോക്ക്, തെരുവിൽ നിന്ന് കോരിയെടുത്തു കൊണ്ടുപോയ എത്രയോ ജീവിതങ്ങൾക്ക് ആ അമ്മ അർത്ഥവും ലക്ഷ്യവും പകർന്നു നൽകി. ഇതൊക്കെയും സോളിഡാരിറ്റിയാണ്, ഇതൊക്കെയും ഒപ്പം നിൽക്കുന്നതാണ്. ഇതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഇത് ആ വ്യക്തികൾക്ക് ഒരു നന്മയുണ്ടാകണം എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ളത്. അതിന് വലിയ ഉപരിയായ നന്മയുണ്ട്. ഭൗതികതയ്ക്ക് അപ്പുറത്തുള്ള ലക്ഷ്യങ്ങൾ അതിനുണ്ട്. ആ ലക്ഷ്യമാണ് എന്ത്? ഭൗതികതയ്ക്ക് ഉപരിയായ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലെ നേട്ടങ്ങൾക്കപ്പുറത്ത് ദൈവപിതാവിൻ്റെ മകനാണ്, മകളാണ് ഈ അനാഥമായി കിടക്കുന്നത്. ഒരു കൊച്ചു വഴി കിടക്കുന്നല്ലോ, അതിനെ സഹായിക്കണം എന്ന് മാത്രമല്ല സഭ ചിന്തിക്കുന്നത്. അതിനെ മനസ്സുകൊണ്ട് സഹായിച്ചാൽ മതിയെന്നുമല്ല. കാരണം എന്താണ്? ആ കുഞ്ഞ് ദൈവപിതാവിൻ്റെ മകനാണ്, മകളാണ്. ഈശോ മിശിഹായുടെ തിരുരക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു മനുഷ്യജന്മമാണത്. അത് ഒരു കാരണവശാലും അവഗണിക്കപ്പെടാനോ അവഹേളിക്കപ്പെടാനോ പാടില്ല. എല്ലാ മഹത്വത്തോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ആ കുഞ്ഞിനുണ്ട്, അല്ലെങ്കിൽ ആ രോഗിക്കുണ്ട് എന്ന തിരിച്ചറിവാണ് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തിരുസഭയ്ക്ക് പ്രേരണ നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇത് കേവലം വ്യക്തിപരമായി മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിൽ ഈ ഒരു സോളിഡാരിറ്റി, ഈ ഒരു സഹാനുഭാവം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം വികസിത രാജ്യങ്ങൾ, ക്രിസ്തീയമായ വികസിത രാജ്യങ്ങൾ നമ്മുടേതുപോലെയുള്ള വികസ്വര രാജ്യങ്ങളെ, അല്ലെ ആഫ്രിക്കയിലെ പോലെ പട്ടിണി അനുഭവിക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുവാൻ വേണ്ടി കോടാനുകോടി രൂപ ഇപ്രകാരം സമാഹരിക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സഹാനുഭാവം എന്ന് പറയുന്നത് എന്താണ്? സമ്പന്ന രാഷ്ട്രങ്ങൾ ദരിദ്ര രാഷ്ട്രങ്ങളെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് ഉയർത്താൻ വേണ്ടി നടത്തുന്ന സഹകരണങ്ങളും സഹായങ്ങളും പോലും ഈ ഒരു സഹാനുഭാവത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കണം. കാരണം അതിൽ വലിയ സുവിശേഷ മൂല്യമുണ്ട്. അപ്രകാരം ചെയ്യാൻ സമ്പന്നർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് മതബോധന ഗ്രന്ഥം പറയുന്നത്. ഇത്ര വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ.
അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, സാറാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോഷ് ജോ ലൂയിസ് ഒഴുകയിൽ. ഓക്കെ, സാറിൻ്റെ ചോദ്യം. ദൈവ സൃഷ്ടിയിൽ മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞു. മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതനുസരിച്ച് സമത്വം എന്നത് മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഇതൊന്ന് വിശദീകരിച്ച് തരുമോ? സമത്വം എന്ന് പറയുന്നത് നേരത്തെ ഒരു ചോദ്യത്തിന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സമത്വം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്ന അവസ്ഥയല്ല, അതിന് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തന്നെയാണ്. സൃഷ്ടിച്ച ദൈവം തന്നെ നമ്മളിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ വ്യത്യാസങ്ങളിലൂടെയാണ് നമ്മുടെ വ്യക്തിത്വവും സ്വത്വവും രൂപീകരിക്കപ്പെടുന്നത്. ഇവിടെ സാറൻ ഉന്നയിച്ച ചോദ്യം ഇതാണ്: ഈ സമത്വം എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിയുടെ മഹത്വത്തെ ആധാരമാക്കിയാണ് നിർവചിക്കപ്പെടേണ്ടത് എന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഈ വ്യത്യാസത്തെ അംഗീകരിക്കുമ്പോഴാണ് മനുഷ്യ വ്യക്തിയുടെ മഹത്വം അംഗീകരിക്കപ്പെടുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഴയ ഗ്രീക്ക് പുരാണത്തിലെ പ്രൊക്രാറ്റസിൻ്റെ കട്ടിലുണ്ട്. എല്ലാവർക്കും 6 അടിയാണ് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കട്ടിൽ 6 അടിയാണ്. ഒരാളെ കൊണ്ടുവന്ന് കടത്തി 6.5 അടിയുണ്ട്. ആ 1/2 അടി നീണ്ടു നിൽക്കുന്ന കാലാണെങ്കിൽ കാലങ്ങ് വെട്ടിക്കളഞ്ഞേക്കും. ഒരുത്തനെ കൊണ്ടുപോയി കടത്തി 4.5 അടിയേ ഉള്ളൂ. അവൻ്റെ കഴുത്ത് കട്ടിക്രാസിയിലോട്ട് കെട്ടിവെച്ചിട്ട് പുള്ളി കാലെ പിടിച്ചിങ്ങ് വലിക്കും. 6 അടി ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കാല് ഇവിടെ വന്ന് ക്രാസിയെ മുട്ടുന്നവരെയും വലിക്കും. മുട്ടും, പക്ഷെ അന്നേരത്തെയും കഴുത്ത് അതിൽ നിന്ന് വേർപെട്ട് പോയിട്ട് വേണം. ഇതാണ് ഈ സമത്വം എന്ന് പറയുന്നതിൻ്റെ അപകടം എന്ന് പറയുന്നത്. അതായത് ഓരോരുത്തരുടെയും പ്രത്യേകതയെ അംഗീകരിക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? സമത്വം എന്നുള്ള സത്യത്തിന് മൂല്യം ഉണ്ടാകുന്നു. അതല്ല എങ്കിൽ എല്ലാവരെയും തുല്യരാക്കാനുള്ള വ്യഗ്രത, അത് സമത്വമല്ല. കാരണം അവരുടെ മനുഷ്യ മഹത്വം അംഗീകരിക്കപ്പെടുന്നില്ല. ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകളെ അംഗീകരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നല്ല സ്പീഡിൽ ഓടാൻ പറ്റുന്നു, വേറൊരു വ്യക്തിക്ക് കാല് വയ്യാത്ത മനുഷ്യനാണ്, അയാൾ വളരെ സാവകാശമാണ് നടക്കുള്ളൂ. ഒരു ജലാലുദ്ദീൻ റൂമിയുടെ ഒരു ചൊല്ലുണ്ട്: ഒരൊട്ടകക്കൂട്ടത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് അതിലെ ഏറ്റവും പിന്നാലെ ഓടുന്ന ഒട്ടകത്തിൻ്റെ വേഗതയാണ് എന്നത് മറക്കരുത്. അത് പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. അതായത് ഒരൊട്ടകത്തിൻ്റെ കൂട്ടത്തിൻ്റെ വേഗത അളക്കേണ്ടത് മുന്നിൽ കുതിച്ചു പായുന്ന ഒട്ടകത്തെ മാത്രം നോക്കിയാകരുത്. ഏറ്റവും പിന്നാലെ മുടന്തി വരുന്ന ഒട്ടകത്തിൻ്റെ കാലിലെ വേഗം കൂടി അളന്നെങ്കിലേ ഈ ഒട്ടകക്കൂട്ടത്തിൻ്റെ വേഗത നിശ്ചയിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് പറയും, അതാ കേരളത്തിൽ കണ്ണൂരും എയർപോർട്ട് വന്നു, തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, കോഴിക്കോട്, കണ്ണൂർ 4 എയർപോർട്ട് വന്നു. കേരളം മാത്രമാണ് 4 അന്താരാഷ്ട്ര എയർപോർട്ടുള്ള സംസ്ഥാനം. നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ കേട്ടു. അതുകൊണ്ട് കേരളമാണ് ഏറ്റവും മഹത്തായ സംസ്ഥാനം. എയർപോർട്ട് വന്നതുകൊണ്ട് ഒരു നാട് വികസിച്ചു എന്ന് പറയാൻ പറ്റൂ? ഈ നാട്ടിൽ കഞ്ഞിക്ക് വകയില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. എയർപോർട്ട് വരുത്തുന്നത് മോശമാണെന്നൊന്നുമല്ല. അതുകൊണ്ട് അതിൻ്റേതായ നന്മകളുണ്ട്, ഗുണമുണ്ട്, നാട്ടിൽ നേട്ടങ്ങളുമുണ്ട്. പക്ഷേ ഒരു വികസനത്തെ അളക്കേണ്ടത് കേവലം എയർപോർട്ടുകളുടെ എണ്ണം നോക്കിയിട്ടല്ല. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവരുടെ എണ്ണം ഈ വികസനത്തെ വിലയിരുത്തുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. രാജ്യം ഇന്ത്യ ലോകത്തെ 2ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നോ ഇപ്പോൾ 3ാമത്തെ ആയിട്ടുണ്ടെന്നോ ഒക്കെ അവകാശവാദങ്ങൾ പറയുമ്പോൾ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ 190ഓളം രാജ്യങ്ങളിൽ ഇന്ത്യയിൽ പഞ്ഞം ഇല്ലാത്തവരുടെ പട്ടിക കണക്കിലെടുത്താൽ
ഇന്ത്യ 140-ാം സ്ഥാനത്തൊക്കെയാണ്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പുറകിൽ നമ്മളെക്കാളും പട്ടിണി അനുഭവിക്കുന്നത് വളരെ കുറച്ച് രാജ്യങ്ങളെ ഉള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ ലോക സാമ്പത്തിക ശക്തിയായി എന്നൊക്കെ അവകാശവാദം പറയുമ്പോഴും ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഈ വ്യക്തിമഹത്വം എന്നുള്ളത് നമ്മൾ പരിഗണിക്കാതെ പോകുന്നുണ്ട്. ഓരോ വ്യക്തിയും മഹത്വമുള്ളവനാണ്. ഓരോ വ്യക്തിക്കും വളർച്ച ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു സമൂഹം വളർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള ചില കോർപ്പറേറ്റ് മുതലാളിമാർക്ക് മാത്രം സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ രാജ്യം അങ്ങ് വളർന്നേ എന്ന് ആവേശം കൊള്ളുന്നത് അപകടകരമായ ഒരു സാമൂഹിക ബോധമാണ് എന്ന മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ മതബോധന ഗ്രന്ഥം നൽകുന്നത്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? എൻ്റെ പേര് സജിത ജോൺസൺ. ഓക്കെ, ടീച്ചറുടെ ചോദ്യം. പിതാവേ, സഭാ നിയമവും രാഷ്ട്ര നിയമവും ചില രാജ്യങ്ങളിൽ വളരെയധികം വ്യത്യാസം കാണുന്നു. നാം ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായിരിക്കെ ഏത് നിയമത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്? ഉദാഹരണമായി പറഞ്ഞാൽ ചൈനയിൽ ഒരു കുട്ടി മതി പാടുള്ളെന്ന് രാഷ്ട്രം പറയുന്നു. യെസ്, സജിത ടീച്ചർ ചോദിച്ച ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമാണ്. ഈ രാജ്യത്തിനൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് എല്ലാവരും ജീവിക്കണം, അതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ രാജ്യത്തിൻ്റെ നിയമത്തോടൊപ്പം സ്വന്തം മനസാക്ഷിയുടെയും വിശ്വാസത്തിൻ്റെയും നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ ഈ രാജ്യ നിയമം തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്, അല്ലേ? ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഔദാര്യം, സ്വാതന്ത്ര്യം ഏതാണ്? സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തരുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾ, ഇപ്പോൾ നമ്മൾ നിവൃത്തിയുള്ളിടത്തോളം സഭ രാജ്യ നിയമങ്ങളുമായിട്ട് ഒത്തുപോകാനാണ് എപ്പോഴും പരിശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് രാജ്യത്തെ വിവാഹപ്രായത്തിൻ്റെ നിയമം പുരുഷന്മാർക്ക് 21 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സുമാണ്. സഭയുടെ കാനൂൻ നിയമം അനുസരിച്ച് അത് അതിനേക്കാളും കുറവാണ്. പക്ഷേ നമ്മളിവിടെ സഭയിലെടുത്തിരിക്കുന്ന നിയമം എന്താണ്? എല്ലാവരും ഈ രാജ്യ നിയമം അനുസരിച്ച് ആ പ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് സഭയുടെ നിയമത്തിൽ ഭേദഗതി വരുത്തി. എന്നാൽ ചില നിയമങ്ങൾ, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ വിശ്വാസത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും പ്രകൃതി നിയമത്തെയും സ്വാഭാവിക നിയമങ്ങളെയും ലംഘിക്കുന്നതായി വരുമ്പോൾ അതിനെ അനുസരിക്കാൻ പാടില്ല എന്ന നിലപാട് സഭയെടുക്കും. ഉദാഹരണമായി പറയുമ്പോൾ ഭ്രൂണഹത്യ അത് വ്യക്തിയുടെ അവകാശമാണ് എന്ന് രാജ്യം നിയമമുണ്ടാക്കിയാൽ അത് വ്യക്തിയുടെ അവകാശമല്ല, അത് കൊലപാതകമാണ്, അത് മാരക പാപമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കും. അത്തരം സന്ദർഭങ്ങളിൽ സ്വന്തം വിശ്വാസമനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഭയും രാഷ്ട്രവും തമ്മിൽ നിരന്തരം സംഘർഷത്തിലാണ് എന്ന ഒരു ധാരണ നമുക്ക് ആവശ്യമില്ല. സാധിക്കുന്നിടത്തോളം എല്ലാ മേഖലകളിലെയും രാജ്യ നിയമത്തിന് വിധേയപ്പെട്ട് സഭയുടെ നിയമങ്ങളെ സഭ ക്രോഡീകരിക്കുന്നുണ്ട്. എന്നാൽ സ്വാഭാവിക നീതിയുടെ ലംഘനമായും വിശ്വാസത്തിൻ്റെ പരസ്യമായ നിഷേധമായും രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളെയോ നിയമങ്ങളെയോ അംഗീകരിക്കാൻ സഭയുടെ വിശ്വാസം തയ്യാറല്ല എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത് ചെയ്തിരിക്കണമെന്ന് രാഷ്ട്രം ആരോടും പറയുന്നില്ല. നീ ഗർഭഛിദ്രം ചെയ്തിരിക്കണം എന്ന് സഭ പറയുന്നുണ്ടോ? അത് നിൻ്റെ അവകാശമാണ് എന്ന് പറയുമ്പോൾ സഭ എന്താണ് പറയുന്നത്? ആ അവകാശം വിനിയോഗിക്കുന്നത് പാപമാണ് എന്ന് പറയും. അതുകൊണ്ട് രാഷ്ട്രത്തെ സഭ വെല്ലുവിളിക്കുന്നു, രാഷ്ട്രത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നു എന്ന അർത്ഥത്തിലല്ല
നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളിലെ പാളിച്ചകളെ, കുറവുകളെ ചൂണ്ടിക്കാണിക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. ആ കടമ പ്രവാചക ധീരതയോടെ സഭ എല്ലാ രാഷ്ട്രങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 21 നൂറ്റാണ്ടായിട്ട് അത് തുടരുക തന്നെ ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്രയും വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ. പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PU, കോഴിക്കോട്. പിൻകോഡ് 673528. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.